നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം ഭർത്താവിനെ കാമുകനു വേണ്ടി കൊലപ്പെടുത്തിയ സോനം ഒടുവിൽ പിടിയിലായതോടെ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയതിനു ശേഷം കൊലയാളികൾക്കൊപ്പം, അതായത് കൊട്ടേഷൻ ഏറ്റെടുത്ത ആ കൊലയാളികൾക്കൊപ്പം ഭർത്താവിന്റെ മൃതദേഹം ഉപേക്ഷിക്കുന്നതിൽ ഉൾപ്പെടെ സോനത്തിന്റെ ഇടപെടൽ ഉണ്ടായി എന്നാണ് വിവരങ്ങൾ. ഇതുകൂടാതെ ഇവരുടെ ലൊക്കേഷൻ കൃത്യമായി അപ്പോഴപ്പോൾ കാമുകന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുമുണ്ടായിരുന്നു സോനം. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കൃത്യമായ ആസൂത്രണം, അണുവിട തെറ്റാതെ നടത്തിയ നീക്കങ്ങൾ. എന്നാൽ രാജ രഘുവംശിയുടെ കൊലപാതകം വരെ എല്ലാം കൃത്യമായിരുന്നു. പിന്നെ ഭാര്യ സോനം ഉൾപ്പെടെ കൊലയാളി സംഘത്തിന് തൊട്ടതെല്ലാം പാളിപ്പോയി. രഘുവംശിക്കൊപ്പം മധുവിധ യാത്ര തുടർന്ന് സോനവും ഇൻഡോറിലിരുന്ന് എല്ലാം ആസൂത്രണം ചെയ്ത രാജ് കുശ്വാഹയും തങ്ങൾ പിടിക്കപ്പെടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ എല്ലാം ആസൂത്രണം ചെയ്ത കുശ്വാഹയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിനേറെ പണിപ്പെടേണ്ടി വന്നിരുന്നു. ഭർത്താവിനെ കൊലപ്പെടുത്താൻ സോനം കൊലയാളികൾക്ക് വാഗ്ദാനം ചെയ്തത് 20 ലക്ഷം രൂപയാണ്. ആദ്യം 4 ലക്ഷം രൂപയാണ് കൊട്ടേഷൻ നൽകാമെന്ന് പറഞ്ഞത്. പിന്നീട് തുക 20 ലക്ഷമായി ഉയർത്തുകയായിരുന്നു. മേഘാലയയിലെ സംഭവസ്ഥലത്ത് കൊക്കയിലേക്ക് മൃതദേഹം തള്ളിയിടാൻ മറ്റു പ്രതികളെ സോനം സഹായിച്ചുവെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനത്തേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റിൽ കയറാൻ ബംഗളൂരു വിമാനത്താവളത്തിൽ കാത്തിരിക്കവെയാണ് സോനം ഏർപ്പാടാക്കിയ കൊലയാളി സംഘം നവദമ്പതികളെ കണ്ടുമുട്ടിയത്. ഇരയും വേട്ടക്കാരും ഒരേ നഗരത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സോനം ഫോണിലൂടെ ലൈവ് ലൊക്കേഷൻ കാമുകന് ഷെയർ ചെയ്തിരുന്നതായിട്ട് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. കാമുകൻ ഏർപ്പാടാക്കിയ കൊലയാളികൾ ദമ്പതികൾ സഞ്ചരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയത് ലൈവ് ലൊക്കേഷനിലൂടെയാണ്. മെയ് 11 വിവാഹിതരായ ദമ്പതികൾ മധുവിധുവിനായി 20 മേഘാലയയിൽ എത്തിയത്. സോനം ലൈവ് ലൊക്കേഷൻ അയച്ചതനുസരിച്ച് കൊലയാളികളും മേഘാലയയിൽ എത്തി. ഗുവാഹത്തിയിൽ നിന്ന് കൊലയാളികൾ മഴു വാങ്ങി. പിന്നീട് ഷില്ലോങ്ങിൽ ദമ്പതികൾ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് മുറിയെടുത്തു. ഫോട്ടോ എടുക്കാനായി മെയ് 23 സോനം ഭർത്താവിനെ കുന്നിന് മുകളിലേക്ക് കൊണ്ടുപോയി. കൊലയാളികൾ ഇവർക്ക് പിന്നാലെ കുന്നിന് മുകളിലേക്ക് എത്തി. കുന്നിന് മുകളിലെത്താറായപ്പോൾ താൻ നടന്ന് ക്ഷീണിച്ചതായി സോനം ഭർത്താവിനോട് കള്ളം പറഞ്ഞു. പിന്നീട് സോനം നടത്തം വളരെ പതുക്കെയാക്കി. ഭർത്താവ് മുന്നിൽ നടന്നപ്പോൾ കൊലയാളികളോട് അവനെ കൊല്ലൂ എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. കാമുകൻ രാജ് കൊലയാളി സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. അത് ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ മേഘാലയയിൽ പോകാതെ ഇൻഡോറിലിരുന്ന് ഈ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തത് രാജാണ്. വിവാഹം കഴിഞ്ഞ് 3-ാം നാൾ സോന സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി കുറച്ച് ദിവസങ്ങൾ താമസിച്ചിരുന്നു. ഈ സമയത്താണ് സോനയും കുശ്വാഹയും രാജ രഘുവംശിയെ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതനുസരിച്ചാണ് മേഘാലയയിൽ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും ടിക്കറ്റ് എടുക്കുന്നതും എല്ലാം. സോനയായിരുന്നു അതിനെല്ലാം നേതൃത്വം വഹിച്ചത്. മേഘാലയയിലെ ടൂർ ദിനങ്ങൾ ചുരുക്കണമെന്ന് രഘുവംശി പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും സോനം തയ്യാറായില്ല. സോനത്തിന്റെ വീടിന് തൊട്ടടുത്തായിരുന്നു കുശ്വാഹയുടെ വീടും. ഇരുവരും തമ്മിൽ സ്നേഹത്തിലായതോടെ കുശ്വാഹയുടെ സന്ദർശനവും കൂടുതലായി. ഇതിനിടെ സോനത്തിന്റെ കുടുംബ ബിസിനസ്സായ ടൈൽ ഷോപ്പിൽ കുശ്വാഹയ്ക്ക് ജോലി നൽകുകയും ചെയ്തു. കുശ്വാഹയുമായുള്ള അടുപ്പത്തിൽ സോനത്തിന്റെ കുടുംബത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അവർ രഘുവംശിയുമായുള്ള വിവാഹം നടത്തുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം രഘുവംശിയുടെ വീട്ടിലെത്തിയ സോനം തന്നോട് ഭർത്താവ് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുന്നത് സഹിക്കാനാകുന്നില്ല എന്ന് പറഞ്ഞ് കുശ്വാഹയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. തുടർന്നാണ് കൊലപാതകത്തിന്റെ പദ്ധതിക്ക് തുടക്കമാകുന്നത്. 21 മേഘാലയയിൽ എത്തിയ ഇരുവരും അടുത്ത ദിവസം അവർ ഒരു സ്കൂട്ടർ വാടകയ്ക്കെടുത്ത് ചിറാപുഞ്ചിയിലേക്ക് പോയിരുന്നു. നോങ്റിയാത്ത് ഗ്രാമത്തിലെ ഷിപ്പാറ ഹോം സ്റ്റേയിലേക്ക് ട്രക്കിംഗ് നടത്തി. അടുത്ത ദിവസം അവർ നോങ്റിയാത്തിൽ നിന്ന് മാവ്ലാഖിയാറ്റിലേക്ക് ഇറങ്ങി. മെയ് 22 3 വാടക കൊലയാളികളെ കുശ്വാഹ മേഘാലയയിൽ തുടർന്നെത്തിച്ചു. ആകാശ് രജ്പുത്ത്, ആനന്ദ് കുർമി, വിശാൽ സിംഗ് ചൗഹാൻ എന്നിവർ ദമ്പതികളെ പിന്തുടരാൻ തുടങ്ങി. ഗുവാഹത്തിയിൽ വെച്ചാണ് ഇവർ വടിവാൾ അടക്കമുള്ള ആയുധങ്ങൾ വാങ്ങുന്നത്. ഇവർ തുടർച്ചയായി രഘുവംശിയെയും സോനത്തിനെയും പിന്തുടരുകയായിരുന്നു. കൊലപാതകം നടന്ന ദിവസവും അവർ ഒരു കാറിൽ ദമ്പതികളുടെ പിന്നാലെ കൂടി. ചിറാപുഞ്ചിയിലെ ഒരിടത്ത് സോനത്തിന്റെ സാന്നിധ്യത്തിൽ 3 പേരും രഘുവംശിയോട് സംസാരിക്കുന്നു. മെയ് 23-നും 24-നും ഇടയിലുള്ള രാത്രിയിൽ പുലർച്ചെ 2 മണിയോടെയാണ് രഘുവംശി കൊല്ലപ്പെടുന്നത്. ആ സമയത്ത് ദമ്പതികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രാജയെ ഒറ്റപ്പെടുത്താനായിരുന്നു പദ്ധതിയെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അദ്ദേഹത്തെ ട്രക്കിങ്ങിനായി കൊണ്ടുപോകാനും തുടർന്ന് പ്രതികൾക്ക്
തടസ്സപ്പെടുത്താനും തന്ത്രപരമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഇതെല്ലാം രാജ് കുശ്വാഹ ഫോണിലൂടെ ഏകോപിപ്പിച്ചു. സോനം രാജുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. പ്രദേശം ഒറ്റപ്പെട്ടതാണ്, പ്രത്യേകിച്ച് വൈകുന്നേരത്തോടെ. ഭൂപ്രകൃതി ദുഷ്കരമായതുകൊണ്ട് വൈകുന്നേരത്തിന് ശേഷം വിനോദസഞ്ചാരികളും നാട്ടുകാരും പോലും പുറത്തിറങ്ങാറില്ല, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. കൊലപാതകത്തിന് ശേഷം സോനം, ആകാശ് രജപുത്ത്, ആനന്ദ് കുർമി, വിശാൽ സിംഗ് ചൗഹാൻ എന്നിവർ അടുത്ത ദിവസം ഗുവാഹത്തിയിലേക്ക് പോകുകയും തുടർന്ന് പലയിടങ്ങളിലേക്ക് മാറുകയും ചെയ്തു. വിനോദസഞ്ചാരികളായി വന്ന ദമ്പതികളെ കാണാനില്ല എന്ന് ആദ്യഘട്ടത്തിൽ മേഘാലയ പോലീസിനെ വിവരമറിയിക്കുകയും സംഘം ആകെ വലയുകയും ചെയ്തു, ഇവരെ കണ്ടെത്താൻ കഴിയാതെ. പിന്നീട് ഡ്രോൺ സഹായത്തോടെയാണ് ഇടുങ്ങിയ പാറക്കെട്ടുകൾക്കിടയിൽ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോഴും സോനം കാണാമറയത്തായിരുന്നു. കൊല്ലപ്പെട്ടു എന്നാണ് പോലീസും കരുതിയിരുന്നത്. എന്നാൽ പിന്നീടാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റ് പുറത്തുവരുന്നത്. സോനത്തെയും കൊട്ടേഷൻ സംഘത്തെയും പിടികൂടാൻ രാജ്യം മുഴുവൻ വലവിരിച്ചതിന്റെ രണ്ടാം നാൾ തീർത്തും അപ്രതീക്ഷിതമായി അർദ്ധരാത്രിയിൽ ഗാസിയാബാദിലെ ദാബയിൽ സോനം പ്രത്യക്ഷപ്പെടുന്നത്. പിറ്റേന്ന് പുലർച്ചെ മധ്യപ്രദേശിൽ വെച്ച് അക്രമി സംഘവും പിടിയിലാകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.